Hi friends, welcome to Kairali Health. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സർപ്രൈസ് ആയിട്ടുള്ള കാര്യം പറയാനാണ് വന്നത്. ഇനി മുതൽ നമ്മുടെ എല്ലാ വീഡിയോസിനും സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും മുഴുവൻ കാണാം. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റിന് അർഹരാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ ഫുൾ കണ്ട ശേഷം അതിൻ്റെ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ വീഡിയോനെ കുറിച്ച് നല്ല കമൻസോ മോശം കമൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളോ എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾ ആ വീഡിയോനെ കുറിച്ചിട്ട് ആ കമൻറ്റ് ബോക്സിൽ എഴുതുക. അങ്ങനെ എഴുതുന്ന അവരിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഭാഗ്യശാലികൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കുന്നതാണ്. വെൽക്കം ടു കൈരളി ഹെൽത്ത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ സോഫയിലൊക്കെ കുട്ടികളോ വലിയ ആളുകളോ ചായ കാപ്പി ജ്യൂസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു സോഫയാകുമ്പോൾ ഡാർക്ക് കളറാണ്. ലൈറ്റ് കളറിലാകുമ്പോൾ അത് ശരിക്കും അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കറ എങ്ങനെ ഈസിയായി കളയാം, അതിൻ്റെ സ്മെല്ല് എങ്ങനെ മാറ്റാം, ചായയുടെയൊക്കെ കറ മാറ്റുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനതിന് വേണ്ടി എടുത്തിരിക്കുന്ന ഒരു ബൗളിൽ വന്നിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇട്ടിട്ടുണ്ട്. വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടി ഇട്ടിട്ടുണ്ട്. ബേക്കിംഗ് സോഡയാണ് ഇട്ടിരിക്കുന്നത്. രണ്ടും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ എവിടെയാണോ ആ ചായ ഇതായത് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മൾ വെള്ളം കൊണ്ട് എടുത്തു കഴിഞ്ഞാലും ചില സമയം ആ കറ അങ്ങ് പോവില്ല. എന്ത് കറയാണെങ്കിലും പോകാനുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതിന് ശേഷം നമുക്കൊരു നനഞ്ഞ തുണി എടുത്തിട്ട്, ഞാനൊരു നനഞ്ഞ തുണിയാണ് എടുത്തിരിക്കുന്നത്. നനഞ്ഞ തുണി കൊണ്ട് അതൊന്ന് തുടച്ചെടുക്കുക ഫസ്റ്റ്. കാരണം ആ ബേക്കിംഗ് സോഡയും ഇതൊക്കെ പോകണമെങ്കിൽ തുടച്ചെടുക്കാം. ഇനി വന്നിട്ട് മൊത്തത്തിൽ ഡ്രൈ ആക്കി എടുക്കുക. കാരണം നനഞ്ഞ തുണിയെന്നല്ലേ അത് ഫസ്റ്റ് പിടിക്കത്തുള്ളൂ. അതിൻ്റെ ആ ബേക്കിംഗ് സോഡയും ഇതും പിന്നെ ചായയുടെ കറയെല്ലാം. അപ്പോൾ അതെടുത്ത ശേഷം ഒരു അര സ്പൂണ് ബേക്കിംഗ് സോഡയും ഒരു 2 സ്പൂണ് വിനീഗറും കൂടി എടുത്താൽ മതി. അത്രയും നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് എടുക്കുക. ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് നമുക്കതിൽ ഒന്ന് തുടച്ചെടുക്കാം. പിന്നെ നല്ലവണ്ണം തുണിയിൽ വലിച്ചെടുക്കുക. ചായയുടെ കറ മുഴുവൻ നമ്മുടെ ഈ തുണിയിലേക്ക് വരും. കണ്ടോ, അതാണ് ആ സോഡയും ബേക്കിംഗ് സോഡയും വിനീഗർ ഇട്ടുള്ള ബേക്കിംഗ് സോഡയാണ്, ബേക്കിംഗ് പൗഡർ അല്ല, സോഡാപ്പൊടി. അപ്പോൾ ഇത് തുടച്ച് കണ്ടില്ലേ, കളറ് കണ്ടില്ലേ, ആ ചായയുടെ അത് മൊത്തം ഇതിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളത് ഓൾറെഡി നനഞ്ഞ തുണി വെച്ച് തുടച്ചുകൊണ്ട് ഇനിയിപ്പോൾ ഡ്രൈ ആക്കി അങ്ങ് തുടച്ചെടുത്താൽ മതി. കണ്ടോ, അപ്പോൾ ഇങ്ങനെ നമുക്ക് അത് അതിൻ്റെ ഇനിയിപ്പോൾ അതൊന്ന് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് നേരം കഴിഞ്ഞ് ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞത് വെൽവെറ്റിൻ്റെ ആയതുകൊണ്ട് നമുക്ക് ആ കളർ ഇങ്ങനെ നിൽക്കും. മീൻസ് ഇത് ഒന്ന് ഉണങ്ങിക്കഴിയുമ്പോൾ ശരിക്കും അത് ശരിയായിട്ട് വരും. നല്ലോണം ഡ്രൈ ആയി കഴിയുമ്പോൾ. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഇങ്ങനെ നമുക്കത് ഇതാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുമാതിരി നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു. അതുപോലെ നമ്മുടെ സർപ്രൈസ് ഗിഫ്റ്റ് ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ആരാന്ന് അറിയണ്ടേ. അപ്പോൾ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഒരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ അതിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു. അപ്പോൾ ആ കമൻറ്റ് ചെയ്തവരുടെ പേരും അവരുടെ കമൻസുമാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ ഭാഗ്യശാലികളായ ആളുകൾ നമ്മളെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പർ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതിലേക്ക് സ്ക്രീനിൽ കാണുന്ന മെയിലിലേക്ക് നിങ്ങളൊന്ന് ജസ്റ്റ് മെയിൽ അയക്കുക. അപ്പം നിങ്ങൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. പിന്നെ കമൻറ്റ് ചെയ്തിട്ട് ഇനി ഗിഫ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ ഇനിയുള്ള എല്ലാ വീഡിയോസും കമൻറ്റ് ഇടുന്ന എല്ലാവർക്കും വരും വീഡിയോസിൽ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ കാണുക, അതിനുശേഷം കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങളെ തേടി നിങ്ങൾക്കും സർപ്രൈസ് ഗിഫ്റ്റ് എത്തുന്നതാണ്.